ഹലോ. ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത് എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പം നിങ്ങളൊരു ഫ്രഷറാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, നെക്സ്റ്റ് നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് വീഡിയോ ഫോർ യു. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് അപ്ഡേറ്റ്സ് ഫ്രം മീ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. വെൽക്കം ടു ഡീസ് ചാനൽ. ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിൻലി ചെയ്യുന്നത്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നെവർ ബി ടെൻസ്ഡ്. ആദ്യത്തെ കാര്യം അതാണ്. ഒരിക്കലും ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യരുത്. ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം, ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു കാൻഡിഡേറ്റ് ആണ്. അവിടെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അവിടെ എനിക്കറിയണം, അതായത് നിങ്ങൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, ഈ ഒരു റോളിൽ നിങ്ങൾ എഫിഷ്യൻ്റ് ആണോ, കേപ്പബിൾ ആണോ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഉണ്ട്, ഇതിനെ പറ്റിയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. സോ നിങ്ങൾ ടെൻഷൻ അടിച്ച് കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയാൻ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യങ്ങൾ ചിലപ്പോൾ മറന്നുപോയേക്കാം. സോ സിമ്പിൾ തിങ് ഇസ്, ടെൻഷൻ അടിക്കരുത്. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല. ജസ്റ്റ് ബി കാം ആൻഡ് പേഷ്യൻറ്റ്. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില ഡൂസ് ആൻഡ് ഡോൺട്സ്, അതാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഇപ്പം നിങ്ങളൊരു ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരുപാട് കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ചെയ്ത് ചിലവർ നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യും, ചിലവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവർ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ഡെമോ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് കണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് അവർ ഇവിടെ വന്ന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റിൽ പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, there will be no chance for you to hire. മനസ്സിലായി? നിങ്ങൾ ഹയർ ചെയ്യേണ്ട ഒരു ചാൻസും എനിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രമല്ല വേറൊരു കമ്പനിക്കും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കാണാം, അത് കുറച്ച് പഴയ വീഡിയോ ആയിരുന്നു അത്. അതായത് ഒരു മാനേജർ ഉണ്ട്, ഒരു ബോസ് ഉണ്ട്. ആള് കുറച്ചൊരു ടഫ് ഗൈ ആണ്. മനസ്സിലായി? അത് വരുന്ന എല്ലാം കണ്ടത് ആള് പറയാണ്, ടേക്ക് ദി മാർക്കർ ആൻഡ് റൈറ്റ് സംതിങ് ഓൺ ദ ബോർഡ് എന്ന് പറയും. അപ്പോൾ ഓരോരുത്തർ വന്ന് ഓരോരുത്തർ ഇതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരാള്, ലാസ്റ്റ് ഒരാള് ഒരു പാർട്ടി വെയറൊക്കെ ഇട്ടിട്ട് ആളുടെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് മാനേജർ പറയാണ്, ടേക്ക് ദി മാർക്ക് ആൻഡ് റൈറ്റ് സംതിങ് ഓൺ ദ ബോർഡ്. അവൻ കറക്റ്റായിട്ട് ബോർഡിന് മേലെ സംതിങ് എന്ന് എഴുതി വെച്ചു. എന്നിട്ട് പിന്നെ അവൻ ഇരുന്നു റെസ്യൂമെ ചോദിച്ചിട്ട് മാനേജർ ചോദിക്കുകയാണ്, ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. അപ്പോൾ ആ കാൻഡിഡേറ്റ് പറയാണ്, നിങ്ങളുടെ കയ്യിൽ എൻ്റെ റെസ്യൂമെ ഉണ്ടല്ലോ, യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് എന്ന് പറയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്ന ചാൻസ് എൻ്റെ അറിവിലില്ല. മനസ്സിലായി? കാരണം നമ്മുടെ കയ്യിൽ റെസ്യൂമെ ഉണ്ട്. മനസ്സിലായി? ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളെല്ലാം വായിച്ച് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് പിന്നെ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നേരെ ഓഫർ ലെറ്റർ തന്നാൽ പോരെ. റെസ്യൂമെ കയ്യിലുള്ളത് എന്തിനു വെച്ചാൽ ജസ്റ്റ് ഫോർ എ റെഫറൻസ് പേർപ്പസ്. മനസ്സിലായി? പക്ഷെ നിങ്ങളോട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുമ്പോൾ യു ഷുഡ് ബി കോൺഫിഡൻറ്റ് എനഫ് ടു ടെൽ ദാറ്റ്. കാരണം ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിലാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുക. സോ ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഈ പറയുന്ന വീഡിയോസ്, കാരണം ഇപ്പം ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പേരുണ്ടോ, 10 പേര് 10 തരത്തിലായിരിക്കും. ഇപ്പം എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഇതൊന്നും പറഞ്ഞു തരുന്നില്ല. മനസ്സിലായി? കാരണം എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. അതായത് ഞാൻ അത് പറയുന്നില്ല. ബാക്കി 10 പേര് നിങ്ങൾ കാണുന്ന വീഡിയോസിൽ ഒരു 10 പേര് 10 തരത്തിൽ പറഞ്ഞു, ഇതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ആവണമെന്നില്ല. അത് അവർക്ക് ചിലപ്പോൾ സക്സസ് ആയിട്ടുണ്ടാവും, പക്ഷെ അത് നിങ്ങൾക്ക് സക്സസ് ആവണമെന്നില്ല. സോ അത് നിങ്ങളൊന്ന് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് വേറെ ഒന്നുമല്ല. സംഭവം ആദ്യം നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ. എന്താണ് ഇവർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ മെജോറിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുന്നത് ആദ്യത്തെ റൗണ്ടിലാണ്.
ആദ്യത്തെ റൗണ്ടിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ സെൽഫ് ഇൻട്രഡക്ഷൻ സെഷൻ വരുമല്ലോ, പ്ലീസ് ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന സമയത്ത് അവിടെയാണ് മെജോറിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകുന്നത്. കാരണം കമ്മ്യൂണിക്കേഷൻ ലെവലില്ലാത്ത കാരണം. അത് കാൻഡിഡേറ്റ്സിന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അറിയുന്നില്ല എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയുന്നില്ല. സോ ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് എന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളെ പറ്റിയിട്ട്, അതായത് നിങ്ങൾ ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്, നിങ്ങൾ ചെയ്ത എഡ്യൂക്കേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ കോളേജിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചത്. അല്ലാണ്ട് എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സിമ്പിളായിട്ട് പറയേണ്ടത് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഇന്ന കോളേജിൽ നിന്നാണ് ചെയ്തത്. അതിന് മുന്നേ ഞാനത് ഈ 10th സ്റ്റാൻഡേർഡ് വരെ ഇന്ന കോളേജിൽ സ്കൂളിലായിരുന്നു, പിന്നെ ഗ്രാജുവേഷനായി, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനായി. ഇനി അതല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ഇന്ന കമ്പനിയിൽ ഇന്ന റോളിൽ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾ നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ സ്കിൽ സെറ്റ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് സ്കിൽ സെറ്റ്? നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്സ് കൂടാതെ വേറെ എന്തെങ്കിലും, ഇപ്പം നേരത്തെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ സർട്ടിഫിക്കേഷൻ കോഴ്സസിനെ പറ്റി ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പ്ലെയിൻ ദം അബൌട്ട് ദാറ്റ്. അതായത് ഞാൻ ഇന്ന അക്കാഡമിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ ഇന്ന കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതെന്തിനാണ് നിങ്ങൾ എടുത്തത് എന്നുള്ളതും കൂടി ഒന്ന് വിശദീകരിക്കണം. യു ഷുഡ് എക്സ്പ്ലെയിൻ ദം. അതായത് എനിക്ക് ഇന്ന കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് കുറച്ചും കൂടിയും ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് അവരോട് പ്രോപ്പറായിട്ട് പറയണം. പിന്നെ ലാസ്റ്റത്തെ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം, അതായത് ഒരു മാക്സിമം ഒരു 10 സെക്കൻഡ് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി പറ്റിയിട്ട് പറയാം, അല്ലെങ്കിൽ ഹോബീസിനെ പറ്റിയിട്ട് പറയാം. കാരണം അതിനൊന്നും അവിടെ ഒരു മേജർ ഫോക്കസ് ഒന്നും അവിടേക്ക് പോകുന്നില്ല. നിങ്ങളുടെ മേജർ ഫോക്കസ്, ഒരു ഇന്റർവ്യൂവിൽ മേജർ ഫോക്കസ് എപ്പോഴും പോകുന്നത് കമ്മ്യൂണിക്കേഷൻ, യുവർ സ്കിൽസ് ആൻഡ് യുവർ കേപ്പബിലിറ്റി. അതായത് ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓൾസോ മാറ്റേഴ്സ്. അതായത് ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും മെയിൻലി നോക്കുക. എക്സ്പീരിയൻസ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ടോക്ക് എ ലോട്ട് അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ, എക്സ്പീരിയൻസിന്റെ ലെവലിലേക്ക് വരുമ്പോൾ ദാറ്റ് ബിക്കംസ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. അവർ ചോദിക്കും ഇന്ന കമ്പനിയിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്, ഇന്ന കമ്പനിയിൽ എന്തുകൊണ്ട് ഈ ഒരു ചെറിയ ഷോർട്ട് ടേമിൽ നിങ്ങൾ വർക്ക് ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് റിസൈൻ ചെയ്തു, ഇന്ന കമ്പനിയിൽ എന്തൊക്കെയായിരുന്നു നിങ്ങളുടേത് എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും കുറേ അവർ നിങ്ങളോട് പറയാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് സംസാരിക്കണം. ഇതൊക്കെയാണ് മെയിൻ. പിന്നെ ലാസ്റ്റ് അവർ ചോദിക്കും നിങ്ങളോട് സാലറി പാക്കേജ് എന്നുള്ളത്. ആ സാലറി പാക്കേജ് ഞാൻ പറയുന്നത് ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ആസ് പെർ ദ കമ്പനി നോംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അത് പറഞ്ഞു വെക്കാം. ബട്ട് സ്റ്റിൽ വാട്ട് ഐ സജസ്റ്റ് യു ഇസ്, നിങ്ങൾ ഫസ്റ്റ് നോക്കുക ആ കമ്പനിയുടെ പാക്കേജ് എത്ര ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സൈറ്റ് ത്രൂ ആണ് ഈ ജോബ് ഓപ്പണിംഗ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവർ മെൻഷൻ ചെയ്ത് തരാം സാലറി റേഞ്ച് ഇത്ര ആണ്. സോ യു ക്യാൻ അതിനുള്ളിൽ വേണം നിങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പം നിങ്ങൾക്കൊരു നോട്ടീസ് അയക്കാൻ, അത് ഫോർ എക്സാമ്പിൾ ഐ എം ഹയറിംഗ് ഫോർ ദിസ് കാൻഡിഡേറ്റ് വിത്ത് സാലറി പാക്കേജ് ഓഫ് 5 lakh to 6 lakh per annum. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ 5-നും 6 ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ സേ ദിസ് ഇസ് മൈ എക്സ്പെക്ടഡ് സാലറി. അതല്ല, ഇപ്പൊ നിങ്ങളത് നോക്കാണ്ട് നിങ്ങൾ പറയാണ് എനിക്കൊരു 10 ലക്ഷം രൂപ സാലറി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ അതുവരെയ്ക്കും നല്ലപോലെ പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സാലറിയുടെ ഒരു ഡിസ്കഷൻ വരുമ്പോഴേക്കും യു വുഡ് ബി റിജക്റ്റഡ്. കാരണം ഒരു 5 to 6 lakh മാത്രമാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അഫോർഡ് യു. അതിനേക്കാളും കൂടുതലാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്കിൽ ഐ ക്യാൻ റിജക്റ്റ് യു. സോ ഓൾവേസ് ആ സാലറി പാക്കേജ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ സൈറ്റിൽ കാണുന്ന ഏതെങ്കിലും വെബ്സൈറ്റിലോ ഗൂഗിളിലോ കാണുന്ന ജോലിയുടെ ഇതിന് നിങ്ങൾക്ക് അവിടെ സാലറി പാക്കേജ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ആസ് പെർ ദ കമ്പനി നോംസ്. ദിസ് ഇസ് ഫോർ ദ ഫ്രഷേഴ്സ്. എക്സ്പീരിയൻസിനുള്ളവർക്കല്ല ഞാൻ പറയുന്നത്. എക്സ്പീരിയൻസിനുള്ളവർക്ക് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ യു ക്യാൻ സേ മേ ബി നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഹൈക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇത്രയും പേരത്തെ കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വേറെ ഒന്നും വേണ്ട. ഞാൻ വീണ്ടും പറയാണ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം ഇന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളത് ഒന്നുമല്ല. എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വ്ളോഗിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ജോബ് ഓപ്പണിങ്സിനെ പറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ജോലി എന്താണെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് ആ ജോലി റോൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്,
എന്തൊക്കെയാണ് അതിൻ്റെ കരിയർ ഗ്രോത്ത്, എന്തൊക്കെയാണ്, അതായത് എന്തൊക്കെയാണ് ആ റോളിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ആ ജോലിക്ക് വേണ്ടതായിട്ടുള്ള സ്കിൽ സെറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ, ആർ യു കേപ്പബിൾ ഇനഫ് ടു ടേക്ക് അപ്പ് ദിസ് ജോബ് റോൾ. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കമ്പനിയെ പറ്റിയിട്ട് നല്ലപോലെ റിസർച്ച് ചെയ്യുക. കമ്പനിയെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി ഈ കമ്പനി എന്താണ്, എന്തിനു പറ്റിയിട്ടുള്ള ഒരു കമ്പനിയാണ്, വാട്ട് ഈസ് ദ പ്രൈമറി ബിസിനസ്, നെക്സ്റ്റ് തിങ് ഇസ് അവരുടെ സർവീസസ് എന്തൊക്കെയാണ്, അവരുടെ പ്രസൻസ്, ഗ്ലോബൽ പ്രസൻസ് എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടാണ് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. മൂന്നാമത്തെ കാര്യം സെൽഫ് ഇൻട്രഡക്ഷൻ. ഈ സെൽഫ് ഇൻട്രഡക്ഷൻ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇതിനൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു തരുന്ന രീതി ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആവണം, അല്ലെങ്കിൽ സക്സസ് ആവാതിരിക്കാം, സക്സസ് ആയേക്കാം. സോ ബെറ്റർ യു ട്രൈ ഇറ്റ് ഫ്രം യുവർ സെൽഫ്. മനസ്സിലായി? അപ്പോൾ സെൽഫ് ഇൻട്രഡക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ ഒരു സ്ട്രക്ചർ ഫോമാറ്റ് ചെയ്ത് വെക്കുക. ഒന്ന്, എഡ്യൂക്കേഷൻ എവിടെ നിന്നൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്ത് എഡ്യൂക്കേഷനാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തിനാണ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, എവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ പറയണം. നാലാമത്തെ കാര്യത്തിലാണ് നിങ്ങളുടെ ഫാമിലിയും പിന്നെ നിങ്ങളുടെ ഹോബീസിനെ പറ്റിയിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂ, അത് ഭയങ്കര നീട്ടി വലിച്ച് പറയരുത്, എപ്പോഴും സിമ്പിൾ ആക്കി വെക്കുക. നാലാമത്തെ കാര്യം, സാലറി പാക്കേജിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവർ തരുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾ ആദ്യം ആ സാലറി പാക്കേജ് എത്ര ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്തരം പേരത്തെ കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ ചെല്ലുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അറിയാനുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ എന്നെ യൂട്യൂബിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഐ ആം ധീരജ് ഡാട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ. അപ്പോൾ ഇനി പുതിയ കണ്ടന്റ്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എന്നിട്ട് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നത് ആർക്കാണോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും സലാം, ബൈ.